Hi friends, welcome to my channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മോരൊഴിച്ചതാണ്. സാധാരണ മത്തിക്കറിയും മത്തി മുളകിട്ടതൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ. പക്ഷേ മത്തി മോരൊഴിച്ചത് ചിലപ്പോൾ അധികം ആർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അധികം ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് മത്തി മോരൊഴിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മത്തി തന്നെയാണ്. ഞാനിവിടെ മത്തി ഒരു 10-12 മത്തി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നീട് ഈ മത്തിക്ക് ആവശ്യമായ ഉപ്പും ഇത്രയും ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് അധികം ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇതിനാവശ്യമായ ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടയാവുന്നത് പോലെ തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമൊന്നുമില്ല. കറിയാണ് ഉണ്ടാക്കുന്നത്, ഫ്രൈ ഒന്നുമല്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മത്തിക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിത് മൂടി വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ എന്ത് ഫിഷ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ മസാലാസൊക്കെ പുരട്ടിയ ഉടനെ തന്നെ അത് കുക്ക് ചെയ്യേണ്ട. ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം അത് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ മത്തി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ട് തേങ്ങ എടുത്താൽ മതി. അധികം തേങ്ങയായാലും കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞു മോരൊഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ അല്പം മോര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. നല്ല പുളിയുള്ള മോരാണെങ്കിൽ നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. നല്ല കുറച്ച് പുളി കുറവാണെങ്കിൽ കുറച്ചധികം മോര് വേണ്ടി വരും. ഇത് തൈരാണ്. നമ്മുടെ കയ്യിൽ മോരുണ്ടെങ്കിൽ മോര് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഇനി തൈരാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. തൈര് ഡയറക്റ്റ്ലി ആഡ് ചെയ്താൽ കുറച്ച് കട്ടിയായി നിൽക്കും തൈര്. അതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് മോരിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള തേങ്ങയും ജീരകവും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനി നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മോര് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തുടങ്ങിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തിള വന്നപ്പോൾ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. മത്തിക്ക് അത്രേ വേവുള്ളൂ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് തുറന്നിട്ട് ഇനി മോര് ഒഴിക്കാം. ഇനി കയ്യിലിട്ട് അധികം ഇളക്കാൻ പാടില്ല. നമ്മൾ പുളിക്കനുസരിച്ചിട്ട് മോര് ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇത്ര ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് തിളക്കണം. അപ്പോൾ മോരൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇത് നമ്മൾ കായ്മുളകും കാശ്മീരി മുളകും രണ്ടും കൂടി പൊടിച്ചിട്ടുള്ളതാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും കളറ്. എരിവൊക്കെ കറക്റ്റ് തന്നെയാണ്. കളറ് വരാൻ കാരണം ആ 2 മുളകും കൂടി ആഡ് ചെയ്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര കളറില്ലാതെ കിട്ടും. എങ്ങനെയായാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉപ്പ് നോക്കണം. ആദ്യം നമ്മൾ മീനിന് ബാക്കിയുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്തായാലും കുറവായിരിക്കും, കറിയൊക്കെ ആയി വരുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുളിയും നോക്കിയിട്ട് ഇനി മോര് ആവശ്യമുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി കടുകും കറിവേപ്പിലയും ഒക്കെ വറുത്തിടാം. അപ്പോൾ നമ്മൾ കടുകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മത്തി മോരൊഴിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും ഒരേപോലെ വെക്കുന്നതിന് പകരം ഇടയ്ക്ക് ചില വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.